ഹലോ ചാമ്പ്യൻസ്, ഇനി ഏകദേശം 3 months മാത്രം ബിഫോർ യുവർ ഫൈനൽ ബോർഡ് എക്സാംസ്. നവംബർ, ഡിസംബർ ആൻഡ് ജാനുവരി. ദാറ്റ്സ് ഇറ്റ്. ഏകദേശം 96 days ഓഫ് പ്രിപ്പറേഷൻ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു റിയലി ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇൻ ദീസ് 96 days? ആൻഡ് ഇതിന്റെ ആൻസർ വളരെയധികം സിമ്പിൾ ആണ്. യെസ്, യു ക്യാൻ. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു സ്റ്റേ അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്? നിങ്ങളുടെ ഫോൺ, ഗെയിംസ്, അൺനെസസറി ചാറ്റ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ? ആൻഡ് നിങ്ങളുടെ 100% ഈ 96 days നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒറ്റയ്ക്കിരുന്ന് വിത്ത് ഫുൾ ഫോക്കസ് ഏകദേശം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ? തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു നോ വൈ യു വാണ്ട് ടു സ്കോർ 90+ മാർക്സ്? നിങ്ങളുടെ പേരൻസിനെ പ്രൗഡ് ഫീൽ ചെയ്യിപ്പിക്കാനാണോ, അതായത് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ടാണോ, അതോ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ കരിയറിനെ അറ്റൈൻ ചെയ്യാനായിട്ടാണോ? ഇതിന്റെ ഒക്കെ ആൻസർ യെസ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക യെസ് ഐ ക്യാൻ എന്ന്. ബിക്കോസ് സത്യത്തിൽ നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. ഈ 3 months നമുക്കൊരു ക്ലിയർ ഗോൾ ആയിട്ട് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോ ഗോൾസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ മാസം സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. മന്ത് 1 ആണ് നവംബർ. ഇതായിരിക്കണം നിങ്ങളുടെ കം ബാക്ക് മന്ത്. സോ ദിസ് ഈസ് യുവർ ഗോൾഡൻ മന്ത്. ഇതുവരെ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ വറീസ്, ദിസ് മന്ത് വിൽ ചേഞ്ച് എവ്രിതിങ്. സോ നിങ്ങളുടെ സിലബസിൽ 70% ഈ മന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിലും ആദ്യം ഫോക്കസ് ചെയ്യുക, അതായത് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിൽ. ഇതിനെ 3 സോൺ ആയിട്ട് എല്ലാ സബ്ജക്ട്സിലും നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ. റെഡ് സോൺ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, യെല്ലോ സോൺ എന്ന് പറയുന്ന മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ്, ഗ്രീൻ സോൺ എന്ന് പറയുന്നത് ലോ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ്. സോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് സോണിൽ നിന്നുമായിരിക്കും. മാസ്റ്റർ ദം ഫസ്റ്റ്. ഇനി ഈ ദിവസങ്ങളിലെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഇനി എങ്ങനെയാ കൺസിസ്റ്റന്റ് ആയി ഇരിക്കേണ്ടത്? അതിനു വേണ്ടിയിട്ട് ഒരു 7-day റൂൾ ഫോളോ ചെയ്യാം. അതായത് 7 days വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. ആ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കുക. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഈ 7 days കംപ്ലീറ്റ് ആ ഡിസ്ട്രാക്ഷൻസിനെ ടാറ്റ ബൈ ബൈ പറയാം. ആൻഡ് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാം. ഇനി എപ്പോഴും അടുത്തൊരു കുഞ്ഞു ഡയറിയോ നോട്ട്ബുക്കോ വെക്കാം. എന്നിട്ട് ആ ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ്സിന് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ മാത്സിൽ 2 എക്സസൈസ് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ സയൻസിൽ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ. ആൻഡ് കിടക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ടാർഗറ്റ്സിനെ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യാം. അപ്പം അത് കാണുമ്പോൾ തന്നെ അത്രയും ടാർഗറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസും ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് മന്ത്, ഡിസംബർ, ദ ഡിസിപ്ലിൻ മന്ത്. ഇനി ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും നവംബറിന്. ഇനി ടൈമാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ബാക്കിയുള്ള 30%, അതായത് യെല്ലോ ആൻഡ് ഗ്രീൻ സോണിലുള്ള ചാപ്റ്റേഴ്സിനെ ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇനി നവംബറിന് പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസും കൂടി ചെയ്ത് തുടങ്ങാം. ഇനി ബെസ്റ്റ് വേ ടു റിവൈസ് എങ്ങനെയാ? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട്. എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമോ ആ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും അത്രത്തോളം ചാപ്റ്റേഴ്സിനെ വർക്ക്ഔട്ട് ചെയ്യാം. ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്ററിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണ് വീണ്ടും വീണ്ടും വരുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ കിട്ടും. മിസ്റ്റേക്സിൽ നിന്നുമാണല്ലോ നമ്മൾ പഠിക്കുന്നത്, ഇല്ലേ? Every time you make a mistake, revise that topic again. And most important rule, don't pretend to study. ആരെയും ബോധിപ്പിക്കാനായിട്ട് പഠിക്കാൻ ഇരിക്കരുത്. അതായത് അച്ഛനും അമ്മയും പറയും, ഇന്ന് അടിപൊളിയായിട്ട് പഠിച്ചല്ലോ എന്ന് പറയിപ്പിക്കാനായിട്ട് വെറുതെ ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബുക്കിന്റെ മുമ്പിൽ ചെന്നിരിക്കരുത്. പഠിക്കുന്ന സമയം ഫുൾ ഫോക്കസ് ആയിട്ട് ഫുൾ പവറോട് കൂടി ഇരുന്ന് പഠിക്കാം. ഒരു ഗിൽറ്റും ഇല്ലാണ്ട് പഠിക്കാം. ഇനി ഈ ഒരു ടൈമിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം നിങ്ങളുടെ ലാംഗ്വേജസ് ഏതൊക്കെയാണോ അതിലൊക്കെ ഫോക്കസ് കൊടുക്കുക. ബിക്കോസ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് അത് നിങ്ങളുടെ പെർസെന്റേജിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് മന്ത്, ജാനുവരി, ദ ഫൈനൽ ബാറ്റിൽ.
ഈ ഒരു മന്ത് നിങ്ങളുടെ കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ടും കോൺഫിഡൻസ് ബിൽഡിങ്ങിനും വേണ്ടിയിട്ടും ആയിരിക്കണം. എല്ലാ സബ്ജക്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും എല്ലാ ദിവസവും സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇനി സ്കൂൾ ഉള്ള ദിവസമാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്താൽ മതിയായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്കും അത് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. റൈറ്റിംഗ് എന്ന് പറയുന്നത് യുവർ സീക്രട്ട് വെപ്പൺ ആണ്. ആൻഡ് അത് നിങ്ങളുടെ എക്സാം പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാടധികം ഹെൽപ്ഫുൾ ആണ്. വീക്ക് സബ്ജക്ട്സിൽ മോർ ഫോക്കസ് കൊടുക്കുക. ഇപ്പൊ മാത്സോ സയൻസോ സോഷ്യലോ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് വീക്ക് ആയിട്ട് തോന്നുന്നത് ആ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിൽ കുറച്ചും കൂടി എക്സ്ട്രാ ടൈം കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. യു ഷുഡ് ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ദാറ്റ് ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്തല്ലോ എന്ന്. ഇനി ലിസൺ കെയർഫുള്ളി മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകണം എന്നില്ല. ചില ദിവസം നമുക്ക് ഒരുപാട് ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യാം, ലേസി ആയിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ അതൊക്കെ നോർമൽ ആണ്. ഗിവ് അപ്പ് ചെയ്യരുത്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ, പക്ഷെ അവരൊരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല. ഇന്ന് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നോ വറീസ്, അതും കൂടി അടുത്ത ദിവസം കുറച്ച് കൂടുതൽ ടൈം ഇരുന്ന് അതും കൂടി പഠിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഒരിക്കലും നിങ്ങളെ വീക്ക് എന്നോ ഇൻകേപ്പബിൾ എന്നോ പറയരുത്. യു ആർ സ്ട്രോങ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ അധികം സ്ട്രോങ് ആണ് നിങ്ങൾ. യു ക്യാൻ ഡു ഇറ്റ്. ഈവൻ 5 minutes can change your life if you use it with focus. ഒരു 5 minute നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഒരുപാടധികം ബെനിഫിറ്റ് കൊണ്ടുവരും. ഈ മൊമെന്റ് തൊട്ട് പ്രോമിസ് യുവർ സെൽഫ്, ഈ വരുന്ന 96 ഡേയ്സും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ വിൽ മേക്ക് മൈ പേരൻസ് പ്രൗഡ്. ഐ വിൽ മേക്ക് മൈ സെൽഫ് പ്രൗഡ്. ആൻഡ് റിസൾട്ട് കിട്ടുന്ന ദിവസം തിരിച്ച് ഈ വീഡിയോയിൽ വന്ന് കമന്റ് ഇടുക, യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന്. This is your time, this is your chance, and yes, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. യു ക്യാൻ ഡു ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.